ടീച്ചർമാരെ, ഇഷ്ടമില്ലാതെ ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുത്തവരാണോ നിങ്ങൾ? അല്ല, സ്വന്തം ഇഷ്ടത്തോടു കൂടി തന്നെ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തവരാണോ നിങ്ങൾ? എങ്ങനെയായാലും ഈ ഒരു ഫീൽഡിന്റെ സന്തോഷം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യവും പുതിയതാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ടീച്ചർമാരാണ് ഈ പുതിയ ജനറേഷനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. ഒരു എഞ്ചിനീയർക്കോ ഒരു ഡോക്ടർക്കോ ഒന്നും ഈ ഭാഗ്യം ഉണ്ടാവില്ല. അതേസമയം എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ വാർത്തെടുക്കുന്നത് നമ്മൾ ടീച്ചർമാരാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറെ ഫയലിന്റെ നടുവിൽ ഒരു ജോലി, ഒരു ജീവിതം. അതല്ല, ഈ വളർന്നു വരുന്ന തലമുറയുടെ കൂടെ, കുട്ടികളുടെ കൂടെയുള്ള അവരെ പഠിക്കലും അതുപോലെ ഡാൻസും പാട്ടും ചിരിയും കളിയും, അതാണോ നല്ലത്? പിന്നെ ഒരു നല്ല ടീച്ചർ ആവാൻ ആർട്ടും സ്കില്ലും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണറും കൂടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു ടോപ്പിക് പഠിപ്പിച്ചപ്പോ 50 കുട്ടികളിൽ 20 കുട്ടികൾക്ക് അത് മനസ്സിലായി, പക്ഷെ 30 കുട്ടികൾക്കും അത് മനസ്സിലായില്ല. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്താണ്? നല്ലൊരു റിസൾട്ട് ആണോ? അല്ല അല്ലെ? കാരണം ബാക്കി 30 കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇനി എന്ത് വഴി ഉപയോഗിച്ചാണ് ബാക്കി 30 കുട്ടികളെ കൂടി പഠിപ്പിച്ചെടുക്കുക എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ട്രിക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളൊരു ലൈഫ് ലോങ് ലേണർ തന്നെയാണ്, നിങ്ങളൊരു സ്റ്റുഡന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ടീച്ചർമാരുണ്ടല്ലോ, നമ്മുടെ ടീച്ചിങ്ങിലൂടെ കുട്ടികൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ടീച്ചിങ്ങിലൂടെ. അതിനർത്ഥം നമ്മൾ ടീച്ചർമാർ ഡോക്ടറുടെ ജോലി കൂടി ചെയ്യുന്നുണ്ടെന്നല്ലേ? അതുപോലെ നമ്മൾ ടീച്ചർമാർ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച്, ലോ ആൻഡ് ഓർഡർ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ? അപ്പൊ നമ്മൾ പോലീസ് ഓഫീസർമാരുടെ ജോലി കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പാട്രിയോട്ടിസം പഠിപ്പിക്കുന്നത് വഴി ഒരുപാട് കുട്ടികൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ഭാവിയില് ജവാന്മാരാവുന്നില്ലേ? അപ്പൊ ചുരുക്കത്തില് കുട്ടികളെ എല്ലാ മേഖലയിലേക്കും നയിക്കാൻ നിങ്ങൾ ടീച്ചർമാർ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ പറ, നിങ്ങളെക്കാളും നല്ല പ്രൊഫഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാര് ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്നത് ഒരു പാഷൻ ആയിട്ട് തന്നെ കൊണ്ട് നടക്കുക. അപ്പൊ എല്ലാ ടീച്ചർമാരും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ആയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.